ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഒത്തിരി നാളിന് ശേഷം എഗെയിൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കുവാണ്. പക്ഷേ എങ്കിലും എനിക്ക് അറിയത്തില്ല ഇത് എത്രത്തോളം വർക്ക് ചെയ്തു എന്ന്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എനിക്കൊന്ന് മിക്ക ഷോർട്ട് ക്രിയേറ്റേഴ്സിന് പ്രശ്നമായിരിക്കും. ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തെടുത്ത് ഇപ്പോൾ ലെങ്തി വീഡിയോ എടുക്കുമ്പോഴേലും ഒരു ഐഡിയ കിട്ടണില്ല. എങ്ങനെ എന്തോ ഒരു അറിയാത്തൊരു കാര്യം ചെയ്യുന്നൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ട്. രാവിലെ എന്ന് പറയുമ്പോൾ സമയം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരു 11 ആ ഒരു ടൈമൊക്കെ ആയി എന്തായാലും എഴുന്നേൽക്കുമ്പോഴേലും. ഞാൻ തലേന്ന് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി. അതായത് വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേലും. അപ്പോൾ ആദ്യം എഴുന്നേറ്റ് ഞാൻ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ കുക്കൂടെ അടുത്ത് പോയി. പിന്നെ ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്താണ് അവരുടെയൊക്കെ പരിപാടി എന്നിട്ട് പോയിട്ട് ഞാൻ കുക്കൂനെ നടത്തിക്കാനുണ്ടായി. കാര്യം ഞാൻ അവിടെ അടുത്ത് പോയിരുന്നപ്പോഴേ അവൾ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. രാവിലെ സ്ഥിരം അച്ഛനാണ് നടത്തിക്കാറ്. അന്നെന്തോ അച്ഛന് തിരക്കായിട്ട് നടത്തിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയപ്പോഴേലും അവൾ കരഞ്ഞപ്പോൾ അവളെയും കൊണ്ടുപോയി. അവൾ എന്നെ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടാൽ നിങ്ങൾ പേടിക്കുക. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഭാഗം കാണിക്കാൻ കേട്ടോ. പോയി വരുമ്പോഴേലും ഒരു ചെമ്പരത്തിയൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. അതിനാന്ന് പോലെ എനിക്ക് അറിയത്തില്ല, ബോധം ഉണ്ടായിരുന്നില്ല ഗൈസ്. അതിനുശേഷം പല്ലൊക്കെ തേച്ചു. ബിക്കോസ് എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിളി പോയ അവസ്ഥയാണ് ഗൈസ്. എനിക്ക് ഒന്നാമത് സെപ്റ്റംബർ ആകുമ്പോഴേലും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുൻപ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം സെറ്റിൽ ചെയ്ത് വെക്കണം. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു കുറച്ച് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപേ ചെയ്യാമെന്ന്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. രാവിലെ തന്നെ ഉപ്മാവും അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് മീൻകറിയും ഉപ്മാവും അതേപോലെ ചായയൊക്കെ എടുത്ത് വേഗം പോയിട്ടുണ്ടായി. കാര്യം എനിക്ക് ഉപ്മാവ് ഉണ്ടെങ്കിൽ പഞ്ചസാരേനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം മീൻകറി കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മുളകിട്ട് വയ്ക്കുന്ന മീൻകറിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് പറയട്ടോ. ഞാനിത് കാണിച്ചു തരുമ്പോഴേലും കുറച്ച് താഴെ വീഴും. അതൊക്കെ എടുത്ത് പറിക്കില്ലെങ്കിൽ അമ്മ എന്നെ ഇട്ടടിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുവാണ് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. ഞാൻ എത്ര മണിക്കാണ് എഴുന്നേറ്റേക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, തലേന്ന് ഉറങ്ങുമ്പോഴേലും ലേറ്റ് ആയല്ലോ. അങ്ങനെ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോഴേലും ഞാനൊരു ട്രൈപോഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എക്സ്ട്രാ ട്രൈപോഡ്. അത് ചെറിയൊരു പ്രശ്നമായിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ തലേന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു മെസ്സാണ് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്യണം. അതിനുശേഷം വേണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഞാൻ തുടരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓണം ഷൂട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന ഈ ട്രൈപോഡിനെ കുറിച്ച്. ഈ ട്രൈപോഡ് ഞാൻ ഓൾറെഡി ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ജാമാണ്, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ റിക്വസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വെച്ച് ഡേ ഇൻ മൈ ലൈഫാണ്, എന്തായാലും ഒരു ട്രൈപോഡിൽ വെച്ച് ബാക്കിയുള്ള കാര്യം ഷൂട്ട് ചെയ്യണം. എനിക്ക് എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാനിത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേലും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേലും എൻ്റെ അടുത്ത് കോൾ വന്നു. ഞങ്ങളിന്ന് ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്, എവിടെയാണ് വരേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ കൊണ്ടുപോയി ഗൈസ്. പിന്നെ ഞാൻ കാര്യമായിട്ട് എനിക്ക് ഈ ഷൂട്ടും കാര്യങ്ങളായതുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ബ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഈ 2 ബ്ലൗസിൽ ഏത് ബ്ലൗസ് എടുക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഫൈനലി ഞാൻ പച്ച കളർ ബ്ലൗസ് തന്നെ എടുത്തു. ഈ ഒരു പിങ്ക് കളർ ബ്ലൗസ് ഞാൻ എടുത്തതിൽ ഇപ്പോൾ എനിക്ക് ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ വർക്കൊക്കെ ചെയ്ത് വെറുതെ എനിക്ക് ആ ഒരു കളറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു പച്ച കളർ ബ്ലൗസ് ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ മേലെയുള്ള ആ ഒരു എന്താ പറയുക നൂലൊക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങി. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റേണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നേരത്തെ സ്കിൻ കെയർ ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപേ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് കേട്ടോ. ഇതൊരു അടിപൊളി ക്ലെൻസറാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ. പ്രത്യേകിച്ച് സീസണൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. ഇതിൻ്റെ അകത്ത് കൊളോയിഡൽ ഓട്ട്മീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനും സോഫ്റ്റായിട്ടും സപ്പിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. ഇതേപോലെ നല്ല രീതിയിൽ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ റെഡ്നെസ്, ആക്നെ മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ക്ലിനിക്കലി പ്രൂവൺ മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല രീതിയിൽ
നമ്മുടെ ഫേസിലെ pH ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ്. ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെയും തന്നെ നമുക്ക് ആമസോൺ, നൈക്ക പോലുള്ള വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇതിൻ്റെ എൻ്റയർ റേഞ്ച്, അതായത് ന്യൂട്രിഡം, ഡെർമാവൈ പ്രോഡക്ട്സിൻ്റെ എൻ്റയർ റേഞ്ചും ന്യൂട്രിഡോമിൻ്റെ ഇന്ത്യ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് 10% ഓഫ് ഉണ്ട് പ്രീ മേക്കപ്പ് കോംബോനും. അതേപോലെ തന്നെ 5% ഓഫ് ഉണ്ട് ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറിനും. എന്തായാലും ന്യൂട്രിഡമിൻ്റെ ഇന്ത്യ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഐബീരിയ സ്കിൻ ബ്രാൻഡിലും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പം സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ മേലെ ഞാനൊരു SPF കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അതിന് ശേഷം ഞാൻ ഇതേപോലെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഓണം വൈബിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ പൂവും തപ്പി ഇറങ്ങി. കാര്യം നമ്മളുടെ ഈ ഹൽദി ടൈമിലാണ് ഞാൻ ഈ പൂവ് ലാസ്റ്റായിട്ട് എടുത്തത്. അതിന് ശേഷം ഞാനിവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതെവിടെയാണെന്നുള്ളത്. പിന്നെ ഞാനും ശ്രീയും കൂടെ അങ്ങനെയൊക്കെ തപ്പി പിടിച്ചു. പിന്നെ ഞാൻ ഈ ഒരു സൈഡ് ചൂസ് ചെയ്തതിന് റീസൺ കർട്ടൻ്റെ മേലെ തൂക്കാമല്ലോ, അങ്ങനെ. വേറെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഓണത്തിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡിൽ ഇപ്പോൾ സോഫൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സൈഡിൽ വെച്ചു. പിന്നെ കണ്ണാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പൂവൊക്കെ തൂക്കിയിട്ട് വെക്കുമ്പോഴേലും. ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമതിൻ്റെ മേലെ വെക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം പാടുപെട്ട് എന്തൊക്കെയോ അറേഞ്ച് ചെയ്തെടുത്തു. പിന്നെ ഇതൊക്കെ വെക്കുമ്പോഴേലും ഒരു സന്തോഷമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓണം വൈബൊക്കെ ഓണായൊരു ഫീലായിരിക്കും. നമ്മൾ 2 ട്രൈപോഡ് ഉണ്ടായിരുന്നു നമുക്ക് രാവിലെ തൊട്ട് ഏകദേശം ഒരു 2 മണി വരെയൊക്കെ. അതിനുശേഷം രണ്ടാമത്തെ ട്രൈപോഡ് കൊണ്ടുപോയി ഗൈസ്. അതിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ റീപ്ലേസ്മെൻറ്റിന് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇന്നാണ് അവർക്ക് കൊണ്ടുപോകാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് അത് കൊണ്ടുപോയതിന് ശേഷം എനിക്ക് എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞ്. കാര്യമായിട്ടൊന്നുമില്ല, ഫുൾ ഷൂട്ടിങ് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയത് എനിക്കും ഓർമ്മയില്ല. ഷൂട്ട് ചെയ്യാനും ഞാൻ വിട്ടു, ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അമ്മ വിളിച്ചു, ഞാൻ ഷൂട്ടിൻ്റെ ഇടയിൽ പോയി വാരി തന്നു, കഴിച്ചു പോന്നു, അത്ര തന്നെ. ഇപ്പം അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കൊന്ന് ചക്കയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പോയി കഴിക്കണം ഗൈസ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ പറ്റത്തില്ല, ഷൂട്ടുണ്ട്. വൈകുന്നേരം സാരിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോഴേലും മുടിഞ്ഞ മഴ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. താഴെ എന്താണ് സംഭവം എന്നുള്ളത് പോയി നോക്കിയിട്ട് വരാം. എൻ്റെ ഗസ് കറക്റ്റായിരുന്നു ഗൈസ്. അങ്ങനെ ചക്കപ്പുഴുക്കായിരുന്നു. ചക്കപ്പുഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ചക്കപ്പുഴുക്ക് ഇങ്ങനെ ഒരു തോരനല്ല, പുഴുക്ക്. തോരൻ വേറെ ആണല്ലോ, ചക്ക വെച്ചിട്ട് വേറെ രീതിയിൽ തോരൻ ഉണ്ടാക്കും. പക്ഷേ ഇത് പുഴുക്കാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് പറയാം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും അമ്മ ചക്ക ഉണ്ടാക്കുമ്പോഴേലും അമ്മയ്ക്ക് കട്ടനായിരുന്നു, ഞാൻ പാൽ ചായയും. അപ്പോൾ എൻ്റെ പാൽ ചായ ഞാൻ ഇതേപോലെ ഒഴിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം അമ്മയുടെ കട്ടൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ രാവിലെ നമ്മൾ ഉപ്മാവിന് കഴിച്ചിട്ടുണ്ടായിരുന്ന മുളകിട്ട കറി ഉണ്ടല്ലോ, മീൻ കറി, അതായിരുന്നു ചക്കയ്ക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ചക്ക എനിക്കൊന്നും സീസണൊക്കെ കഴിഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു ടൈമൊക്കെ, അതായത് പ്ലാവിൻ്റെ ഏറ്റവും മണ്ടയ്ക്കാണ് ഉള്ളത് ഈ സാധനം. കൈ കിട്ടാൻ പറ്റത്തില്ല, നമുക്ക് കയറി പറിക്കാൻ പറ്റത്തില്ല, ആ ഒരു പരുവത്തിലാണുള്ളത്. അങ്ങനെ കിട്ടിയ ചക്ക എടുത്തിട്ട് ചായ എടുത്തിട്ട് ഞാൻ കഴിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. കാര്യം നമ്മൾ 8x നമ്മുടെ സാരിയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള കുറച്ച് പുതിയ സാരീസൊക്കെ വന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുക്കൂടെ അടുത്ത് പോയിരുന്നിട്ടുണ്ടായി. ഇതാണ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.